ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂമുകളിലൊക്കെ നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീറ്റ് കവർ നമ്മളൊന്ന് ശ്രദ്ധിക്കാറില്ല. ശരിക്കും സീറ്റ് കവർ നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് വാങ്ങിക്കണം. കാരണം അത് സീറ്റ് കവർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് വളരെ സ്ലോ മോഷനിൽ വരുന്ന സീറ്റ് കവറുണ്ട്, അതല്ലാതെ വളരെ പെട്ടെന്ന് അറിയുന്ന സീറ്റ് കവറുണ്ട്. അതായത് ചില സീറ്റ് കവറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ നീറ്റാണ്, അതായത് ക്ലോസറ്റിനോട് വളരെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതും നോക്കണം. കാരണം കറക്റ്റായിട്ട് വരുന്ന ക്ലോസറ്റുകളിലെല്ലാം തന്നെ സീറ്റ് കവർ ജസ്റ്റ് സൂട്ടാവാറില്ല. പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് നിൽക്കും. നമ്മൾ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് വാങ്ങിക്കും. അവസാനം നമ്മൾ ക്ലോസറ്റിൻ്റെ മുകളിൽ സീറ്റ് കവർ ഇട്ട് കഴിയുമ്പോൾ ക്ലോസറ്റ് ഭയങ്കര വൃത്തികേടായി മാറും. കാരണം ക്ലോസറ്റിനേക്കാൾ കുറച്ച് പുറത്തേക്ക് നിൽക്കും, അല്ലെങ്കിൽ കുറേ അകത്തേക്ക് നിൽക്കും. സീറ്റ് കവർ യോജിക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ കിട്ടുക. അത് വളരെ സൂക്ഷിച്ച് വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും കണ്ടോ, ഈ സീറ്റ് കവർ വളരെ സ്ലോ മോഷനിലാണ് വരുന്നത്. ഇങ്ങനത്തെ സീറ്റ് കവറാണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ സീറ്റ് കവറൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സീറ്റ് കവർ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇടുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് താഴെ അടിച്ചിട്ട് ഭയങ്കര സൗണ്ടും അതുപോലെ തന്നെ ക്ലോസറ്റ് പൊട്ടാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. കുറച്ച് വെയിറ്റ് കൂടിയ സീറ്റ് കവർ ആണെങ്കിൽ ആ ക്ലോസറ്റിൻ്റെ കോർണർ ഇങ്ങനെ അടിച്ച് ഭാവിയിൽ അവിടെ പൊട്ടി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ ഓൾറെഡി വെയിറ്റ് കൂടിയ സീറ്റ് കവർ ആണെങ്കിൽ ആ മുകളിൽ നിന്നുള്ള അതിൻ്റെ ക്യാപ്പ് നമ്മൾ ഇടുന്ന സമയത്ത് കൊച്ചു പിള്ളേരുടെ കയ്യോ എന്തെങ്കിലും ആ ഗ്യാപ്പിലുണ്ടെങ്കിൽ നേരെ വന്ന് ആ ക്ലോസറ്റിൻ്റെയും സീറ്റ് കവറിൻ്റെ ഉള്ളിൽ വന്ന് അടയാനും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ സീറ്റ് കവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്ലോവിൽ വരുന്ന സീറ്റ് കവർ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഓവറേജ് വരുന്ന എല്ലാ ക്ലോസറ്റുകളിലും സീറ്റ് സ്ലോവിൽ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലത്തെ വാങ്ങിക്കുന്നതാണ് ബെറ്റർ. ഇത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ ലോക്ക് കണ്ട, ഈ ലോക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കവർ നമുക്ക് പൊക്കിയെടുക്കാം. അത് നമ്മളൊരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ, ഒരു പ്ലംബറിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് സ്ലോ മോഷനിൽ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. ഈ കുട്ടികളുടെ കൈയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലോസറ്റിന് ആയുസ് കൂട്ടാൻ പറ്റും. ക്ലോസറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വരുന്ന സൗണ്ട് നമുക്ക് ഒഴിവാക്കാം. അത് പെട്ടെന്ന് വന്നിട്ട് അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. അത് ക്ലോസറ്റിൻ്റെ മോളിൽ നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ പരിചയം നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. കാരണം ക്ലോസറ്റ് നമ്മൾ അതിൻ്റെ സീറ്റ് കവർ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വന്ന് അടിയും. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാം. നീറ്റായിട്ട് നമുക്ക് ബാത്റൂം യൂസ് ചെയ്യുന്നതിനും കാര്യങ്ങൾക്കും സീറ്റ് കവർ ഒരുപാട് പ്രൊജക്ഷൻ ഇല്ലാത്ത വാങ്ങിക്കുക, കറക്റ്റായിട്ടിരിക്കുന്ന രീതിയിൽ. അതായത് ഏത് ക്ലോസറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ തന്നെ കറക്റ്റ് സീരിയൽ നമ്പർ വരുന്ന സീറ്റ് കവർ തന്നെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ അവർ തരാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ശ്രദ്ധിക്കാൻ നോക്കുക, അതിൻ്റെ തന്നെയാണെന്ന് കമ്പനിയുടെ ചോദിച്ച് ഉറപ്പ് വരുത്തുക. ആ സീറ്റ് കവർ തന്നെയാണ് കമ്പനിയുടെ, ആ മോഡലിൻ്റെ തന്നെയാണോ സീറ്റ് കവർ തന്നിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.